മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ ഒന്നിച്ച് പ്രതിപക്ഷം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മണ്ഡല സംവരണ ഭേദഗതി ബില്ലിനെതിരെ ലോക്സഭയിൽ ഒന്നിച്ച് പ്രതിപക്ഷം. വോട്ടെടുപ്പിലൂടെയാണ് ബിൽ അവതരണത്തിന് അനുമതി ലഭിച്ചത്. 251 പേരാണ് അനുകൂലിച്ചത്. 185 പേർ എതിർത്തു. സഭ ആരംഭിച്ച് ബിൽ അവതരിപ്പിക്കാൻ സ്പീക്കർ നീക്കം നടത്തിയതോടെയാണ് പ്രതിപക്ഷം ബഹളം ആരംഭിച്ചത്. ജനാധിപത്യം ഹൈജാക്ക് ചെയ്യാനാണ് സർക്കാർ ശ്രമമെന്നും ബില്ല് പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അധികാരം കിട്ടും മുൻപേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അടി തുടങ്ങി. മുൻ KPCC പ്രസിഡന്റ് കൂടിയായ K. സുധാകരൻ MP KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെയാണ് പുതിയ തർക്കങ്ങൾ തുടക്കമിട്ടത്. വോട്ടെണ്ണൽ നടക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയുള്ള ഈ പരസ്യ പ്രതികരണം പാർട്ടിക്കുള്ളിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരള ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവാണ് KC വേണുഗോപാൽ എന്നാണ് സുധാകരൻ കുറിച്ചത്. നേരത്തെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചിരുന്ന സുധാകരൻ പെട്ടെന്ന് KC വേണുഗോപാലിലേക്ക് ചുവടുമാറ്റിയത് ഗ്രൂപ്പ് വിഭാഗങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കനത്ത ചൂടിൽ കേരളം ചുട്ടുപൊള്ളുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഏറ്റവും ചൂടുള്ള പാലക്കാട് 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനിലയാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെടാനിരുന്ന ആകാശ് എയറിന്റെ QP1406 വിമാനത്തിലേക്കാണ് സ്പേസ് ജെറ്റിന്റെ B737-700 വിമാനം വന്നിടിച്ചത്. കൂട്ടിയുടെ ആഘാതത്തിൽ ആകാശ എയർ വിമാനത്തിന്റെ വലതുവശത്തെ ചിറകിനും ഇടതുവശത്തെ തിരശ്ചീന സ്റ്റെബിലൈസറിനും കേടുപാടുകൾ സംഭവിച്ചു. ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ജില്ലയിൽ ഉണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 29 പേർക്ക് പരിക്കേറ്റു. കമ്മലവാണ്ല പള്ളിയിലെ ഒരു വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 150ഓളം ജലാറ്റിൻ സ്റ്റിക്കുകൾ പൊട്ടിത്തെറിച്ചതാണ് വൻ ദുരന്തത്തിന് കാരണമായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 2 വീടുകൾ പൂർണ്ണമായും തകരുകയും 4 വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഈസ്റ്റർ ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഹ്രസ്വകാല വെടിനിർത്തലിന് പിന്നാലെ യുക്രൈനിൽ റഷ്യയുടെ അതിശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണം. ബുധനാഴ്ച രാത്രിയുണ്ടായ ആക്രമണത്തിൽ 12 വയസ്സുകാരനടക്കം 15 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലസ്ഥാനമായ കീവ്, ഡിനിപ്രോ, ഒഡേസ, ഖാർക്കിവ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തിയതിനു പിന്നാലെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകി കുംഭമേള വൈറൽ പെൺകുട്ടി. വൈറൽ താരത്തിന്റെ പങ്കാളിയെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് സംഘം എത്തിയത്. പ്രായപൂർത്തിയാവാതെ വിവാഹം നടത്തിയെന്നാരോപിച്ച് പെൺകുട്ടിയുടെ പങ്കാളി ഫർമാൻ ഖാനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരുന്നു. കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാനൊരുങ്ങുന്ന മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ തമിഴ്നാട്ടിൽ കടുത്ത പ്രതിഷേധം. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനിരിക്കെ നാമക്കല്ലിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ കരിങ്കൊടി കാണിക്കുകയും ബില്ലിന്റെ പകർപ്പ് കത്തിക്കുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 8 തീർത്ഥാടകർ മരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ മന്ത്രാലയത്തിന് സമീപം NH 167 തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബൊലേറോ ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ 5 സ്ത്രീകളും 1 പെൺകുട്ടിയും 2 പുരുഷന്മാരും ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് മധ്യവേനലവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ചട്ടവിരുദ്ധമായി ക്ലാസ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ എല്ലാ സ്ട്രീമുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്കും നിർദ്ദേശം ബാധകമാണ്. കേരളത്തിൽ വേനൽ ചൂട് കടുക്കുന്ന സാഹചര്യം കൂടെ കണക്കിലെടുത്താണ് തീരുമാനം. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.